നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 19-ാമത്തെ അധ്യായം. പരീക്ഷിത്തിൻ്റെ പ്രായോപവേശവും ശുകാഗമനവും. സൂത ഉവാച മഹീപതിസ്ത്വദത്തൽകർമ്മഗർഹ്യം വിചിന്തയൻ ആത്മകൃതം സ്വദുർമന അഹോ മയാ നീചമനാര്യവൽകൃതം നിരാഗസി ബ്രഹ്മണി ഗൂഢതേജസി. സൂതൻ പറഞ്ഞു, ചത്ത പാമ്പിനെ മുനിയുടെ കഴുത്തിലിട്ട ശേഷം രാജധാനിയിലേക്ക് മടങ്ങിയ രാജാവ് താൻ ചെയ്ത നിന്ദ്യമായ പാപകർമ്മത്തെക്കുറിച്ച് ഓർത്ത് ഏറ്റവും കുണ്ഠിതപ്പെട്ടു. കഷ്ടം കഷ്ടം! നിരപരാധിയും ഗൂഢമായ തേജസ്സോട് കൂടിയവനുമായ ആ ബ്രാഹ്മണോത്തമനോട് ഞാൻ ദുഷ്ടനെ പോലെ പാപം ആചരിച്ചുവല്ലോ. ധ്രുവം തതോ മേഘദേവഹേളനാതുരദ്യയം വസനം നാതിദീർഘാത് തതസ്തു കാമം ത്വക നിഷ്കൃതായ മേ യഥാനഗുര്യാം പുനരേവ മദ്ദ. അത് നിമിത്തമായിട്ട് ദേവനിന്ദ ചെയ്ത എനിക്ക് ഉടനെ തന്നെ അതിക്രമിക്കാൻ കഴിയാത്തതായ ദുഃഖം വന്നു ചേരും എന്ന നിശ്ചയമാണ്. ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലം ഞാൻ തന്നെ നേരിട്ട് അനുഭവിക്കാൻ സംഗതിയാകട്ടെ. എന്നാൽ ഇപ്രകാരമുള്ള അപരാധം വീണ്ടും ചെയ്യുകയില്ലല്ലോ. അദ്ദൈവരാജം ബലമൃദ്ധകോശം പ്രകോപിത ബ്രഹ്മകുലാനലോമേ ദഹത്വഭദ്രസ്യ പുനർനമേ ബോധ് പാപീയസി ദീർഘജദേവഗോഭ്യ. ഏറ്റവും കോപിപ്പിക്കപ്പെട്ട ബ്രാഹ്മണ കുലമാകുന്ന അഗ്നി എൻ്റെ രാജ്യത്തെയും ഭണ്ഡാരത്തെയും സൈന്യത്തെയും ഇപ്പോൾ തന്നെ ദഹിപ്പിക്കട്ടെ. ദുഷ്ടനായ എനിക്ക് മേലിൽ ബ്രാഹ്മണർ, ദേവന്മാർ, പശുക്കൾ ഇവർക്ക് നേരെ പാപം ചെയ്യണമെന്നുള്ള ദ്രോഹബുദ്ധി തോന്നാതിരിക്കണം. സചിന്തയൻ നിത്തമദാശുണോദ്യതാ വനേ സുദോക്തോ ദരുദിത്തക്ഷകാഖ്യ സസാധുമേനേന ചിരേണ ദക്ഷഗോനലം പ്രസക്തസ്യ വിരക്തി കാരണം. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷിത് മഹാരാജാവ് 7-ാം ദിവസം ദർശകനിൽ നിന്ന് രാജാവിന് മരണം സംഭവിക്കും എന്ന് ശൃംഗി സംഭവിച്ച വിവരം ശമീക ശിഷ്യൻ മുഖേന പരീക്ഷിത് മഹാരാജാവ് അറിഞ്ഞു. അത് കേട്ടപ്പോൾ വിഷയങ്ങളിൽ അതിതാല്പര്യത്തോടെ ഇരിക്കുന്ന തനിക്ക് ഉടൻ വിരക്തി വരാൻ തക്ഷക വിഷാഗ്നി കാരണമായി തീരും എന്ന് നന്നായി ചിന്തിച്ചുറപ്പിച്ചു. താൻ ചെയ്ത അപരാധത്തിൽ പശ്ചാത്തപിക്കുകയും സ്വയം ശിക്ഷിക്കപ്പെടാൻ തയ്യാറായിരിക്കുകയും ചെയ്ത പരീക്ഷത്തിന് മുനിശാപം വളരെ ഉപകാരമായിട്ടാണ് തോന്നിയത്. കാരണം തൻ്റെ ഐശ്വര്യം കൊണ്ടുള്ള അഹങ്കാരം അവസാനിപ്പിക്കാൻ ഏത് ശിക്ഷ വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് തയ്യാറായിട്ടിരുന്നപ്പോൾ ശമീകൻ പറഞ്ഞുവിട്ടതനുസരിച്ച് ശിഷ്യൻ ശാപവൃത്താന്തം അറിയിച്ചു. അത് രാജാവ് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കരുതിയത്. അതോ വിഹായേ മമം ജലോകം വിമർശിതോ ഹേയതയാ പുരസ്താത് കൃഷ്ണാംഗ്രിസേവാമതിമന്യമാന ഉപാവിശപ്രായമമർദ്യനദ്യാം. അനന്തരം രാജാവ് പൗരജനങ്ങളുടെ മുന്നിൽ നടന്ന വൃത്താന്തമെല്ലാം അറിയിച്ചു. ഇനി എന്തു വേണം എന്ന് മന്ത്രിമാരോട് ആലോചിച്ചു. ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തയെല്ലാം ഉപേക്ഷിച്ച് മറ്റെല്ലാറ്റിനേക്കാളും ഉത്കൃഷ്ടമായ ശ്രീകൃഷ്ണൻ്റെ പാദസേവയെ ആശ്രയിച്ച് ശരീരം ഉപേക്ഷിക്കണമെന്ന് തീർച്ചയാക്കി. ഗംഗാനദീ തീരത്ത് പ്രായോപവേശം ചെയ്തു. മരണം വരെ ആഹാര നിഹാരാദികൾ ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണനെ പ്രാപിക്കുന്നതിനായിട്ട് ചെയ്യുന്ന മഹാവ്രതമാണ് പ്രായോപവേശം. പരീക്ഷിത് മഹാരാജാവ് പ്രായോപവേശം ചെയ്യാൻ ഗംഗാതീരത്തേക്ക് പോയി. യാവേരസക്ഷി തുളസി വിമിശ്ര കൃഷ്ണാഗ്രിരേണഭ്യധികാം പുനേത്രി പുനാദിലോകാനുഭയത്ര ശേഷാൻ കസ്താംന സേവേദ ഹരിഷ്യമാണ്. ഏറ്റവും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന കാന്തിയുള്ള തുളസി കലർന്ന ഉത്കൃഷ്ടമായ കൃഷ്ണപാദധൂളികളാൽ അത്യന്തം ശ്ലാഘിക്കപ്പെട്ട ജലം വഹിച്ചുകൊണ്ടൊഴുകുന്ന ഗംഗാനദി ലോകപാലകന്മാരായ ഈശന്മാരോടുകൂടിയ 2 ലോകത്തെയും, 2 ലോകം പറയുമ്പോൾ സ്വർഗത്തെയും ഭൂമിയെയും ശുദ്ധമാക്കുന്നു. മരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജനനമരണങ്ങൾ ഇല്ലാതാക്കുന്ന ഗംഗയെ തന്നെ സേവിക്കണം എന്ന് സാരം. ഇതി വ്യവച്ഛിദ്യ സപാണ്ഡവേയ പ്രായോപവേശം പ്രതി വിഷ്ണുപദ്യാം ദദ്യോ മുകുന്ദാഗ്രിമനന്യഭാവോ മുനിവ്രതോ മുക്ത സമസ്ത സംഘ. പാണ്ഡവകുലത്തിൽ ജനിച്ച രാജാവ് ഇപ്രകാരം തീരുമാനിച്ച് ഗംഗാതീരത്തിൽ പ്രായോപവേശത്തെ സ്വീകരിച്ചു. മൗനവ്രതത്തോടുകൂടി മനസ്സിനെ സകല വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനിൽ അനന്യഭാവത്തോടെ മുകുന്ദപാദങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. തത്രോപജഗ്മുർഭുവനം പുനാനാം മഹാനുഭാവ മുനയ സശിഷ്യ പ്രായേണ തീർത്ഥാവിഗമാപദേശേ സ്വയം ഹി തീർത്ഥാനി പുനന്തി സന്ത.
മുകുന്ദപാദം പ്രാപിക്കാൻ പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷിത രാജാവിനെ കാണാനായി ലോകത്തെ പരിശുദ്ധമാക്കി തീർക്കുന്ന മഹാനുഭാവന്മാരായ മുനിമാർ ശിഷ്യന്മാരോടൊപ്പം അവിടെ വന്നു ചേർന്നു. സത്തുക്കൾ മിക്കവാറും തീർത്ഥസ്ഥാനത്തിനെന്ന വ്യാജത്തിൽ തീർത്ഥത്തെ തന്നെ ശുദ്ധമാക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ പരീക്ഷിത രാജാവിനെ ശുദ്ധമാക്കാനായിട്ടായിരുന്നു മുനിമാർ വന്നത് എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. അത്രവനശരധ്വാൻ അരിഷ്ടനേമേ ഭൃഗുരംഗിരാശ്ച പരാശരോഗാദിസുതോദരാമ ഉദത്യ ഇന്ദ്ര പ്രമദേ മവാഹോ മേധാതിർദേവല ആഷ്ടിഷേണോ ഭാരദ്വജോ ഗൗതമ വിപ്പലാദ മൈത്രേയ ഔർവക്കവശകുംഭയോനിർ ദൈവായനോ ഭഗവാൻ നാരദശ്ച അന്യേ ച ദേവശ്രി ബ്രഹ്മശ്രി വര്യ രാജശ്രി വര്യ ഹരുണാദയശ്ച നാനാശേയപ്രവരാൻ സമേധാൻ അഭ്യർച്ച രാജ ശിരസാ വന്ദേ. അത്രി, വസിഷ്ഠൻ, ചവനൻ, ശരദ്വാൻ, അരിഷ്ടനേമി, ഭൃഗു, അങ്കിരസ്, പരാശരൻ, വിശ്വാമിത്രൻ, പരശുരാമൻ, ഉദത്യൻ, ഇന്ദ്രപ്രമദൻ, യുഗ്മവാഹനൻ, മേധാതിഥി, ദേവലൻ, ആഷ്ടിഷേണൻ, ഭരദ്വാജൻ, ഗൗതമൻ, പിപ്പലാദൻ, മൈത്രേയൻ, ഔർവൻ, കവശൻ, അഗസ്ത്യൻ, ദ്വൈപായനൻ പറയുമ്പോൾ വ്യാസമഹർഷി, ഭഗവാൻ നാരദൻ, മറ്റുള്ള ദേവർഷിമാർ, ബ്രഹ്മർഷിമാർ, അരുണൻ തുടങ്ങിയവരും അവിടെ എത്തിച്ചേർന്നു. നാനാവിധ ഗോത്രങ്ങളിൽ ജനിച്ച അവരെയൊക്കെ യഥാവിധി പരീക്ഷിത രാജാവ് പൂജിച്ചു, ശിരസ് കൊണ്ട് വന്ദിച്ചു. സുഗോപവിഷ്ടേഷു ദതേഷു ഭൂയ കൃതപ്രണാമ സ്വജികേഷിതം യത് വിജ്ഞാപയാമാസ വിവിക്തചേത ഉപസ്ഥിതോ ഗ്രേ വിഗ്രഹീതപാണി. ആ മുനിമാരെ സുഖാസനങ്ങളിൽ ഇരുത്തി വന്ദിച്ച ശേഷം രാജാവ് വീണ്ടും നമസ്കരിച്ചു. കൈകൂപ്പിക്കൊണ്ട് ശുദ്ധമായ മനസ്സോടുകൂടി അവരുടെ മുമ്പിലിരുന്നു. എന്നിട്ട് പ്രായോപവേശം ചെയ്യണമെന്നുള്ള തൻ്റെ മനോരഥത്തെ അവരോട് വെളിപ്പെടുത്തി. രാജോവാച അഹോ വയം ധന്യതമാ നൃപാണാം മഹത്തമാനുഗ്രഹണീയശീല രാജ്ഞാം കുലം ബ്രാഹ്മണപാദശൗച ദൂരാദ്വതിഷ്ടം പദകാർക്യകർമ്മ. രാജാവ് പറഞ്ഞു, അഹോ ആശ്ചര്യം! ഏറ്റവും മഹാന്മാരായവരുടെ അനുഗ്രഹം ലഭിക്കത്തക്ക യോഗ്യമായ സ്വഭാവത്തോടു കൂടിയ ഞങ്ങൾ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ധന്യരായി തീർന്നിരിക്കുന്നു. എന്നെപ്പോലെ നിന്ദ്യകർമ്മം ചെയ്തവരുടെ കുലത്തെ ബ്രാഹ്മണരുടെ കാൽ കഴുകിയ ജലം പോലെ ദൂരെ കളയേണ്ടതാകുന്നു. അങ്ങനെയുള്ള തന്നെ അനുഗ്രഹിക്കാൻ ഇത്രയധികം മഹാമുനിമാർ എത്തിയത് മഹാഭാഗ്യം എന്ന സൂചന. തസ്സൈവമേകസ്യ പരാപരേശോ വ്യാസക്തചിത്തസ്യ ഗഹേഷ ഭീഷ്ണം നിർവേദമൂലോ ദ്വിജശാപരൂപോ എത്ര പ്രസക്തോ ഭയമാശുദത്തേ. നിന്ദിക്കപ്പെടേണ്ട നീചകർമ്മം ചെയ്തവനും മഹാപാപിയും ഗ്രഹാദി വിഷയങ്ങളിൽ ഉറച്ച ചിന്തയുള്ളവനുമായ എനിക്ക് ഉത്കൃഷ്ടന്മാർക്കും നികൃഷ്ടന്മാർക്കും ഒരുപോലെ ഈശ്വരനായിരിക്കുന്ന ശ്രീനാരായണൻ വൈരാഗ്യത്തിൻ്റെ കാരണമായ ബ്രാഹ്മണശാപ രൂപത്തിൽ അനുഗ്രഹം നൽകിയിരിക്കുന്നു. ആ ശാപം ഗ്രഹാദി വിഷയങ്ങളിൽ ആസക്തനായ ഒരുവന് വേഗത്തിൽ വൈരാഗ്യം ജനിപ്പിക്കുമല്ലോ. തമ്മോപയാതം പ്രതിയന്തു വിപ്ര ഗംഗാജദേവി ധൃതചിത്തമീശേ നിജോപതിഷ്ടകുഹകസ്തഷ്ടഗോവ ദശത്വലം ഗായത വിഷ്ണുഗാഥ. ഈശ്വരനിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന ഞാൻ ശരണാഗതനാണെന്ന് ഗംഗാദേവിയും ബ്രാഹ്മണനും അറിയണം. മുനികുമാരനാൽ അയക്കപ്പെടുന്ന വഞ്ചകനായ തക്ഷകൻ എന്നെ ഇഷ്ടം പോലെ കടിച്ചുകൊള്ളട്ടെ. ഞാൻ പ്രതികാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ മഹാവിഷ്ണുവിനെ കുറിച്ചുള്ള കീർത്തനങ്ങൾ വേണ്ട പോലെ ഗാനം ചെയ്യുവിൻ. പുനശ്ച ഭൂയാ ഭവത്യനന്തേ രതിപ്രസംഗശ്ച തദാശ്രയേഷു മഹത്സുയാമ്യാമുപയാമി സൃഷ്ടിം മൈത്രിയസ്തു സർവത്ര നമോ ദ്വിജേഭ്യ. ഇനി ഞാൻ ഏതേത് ജന്മം പ്രാപിക്കുന്നുവോ അതിലെല്ലാം അനന്തനായ ഭഗവാനിൽ പരമപ്രേമവും ഭക്തിയും ഭഗവാൻ തന്നെ ആശ്രയിച്ചിരിക്കുന്ന മഹാന്മാരോട് നിരന്തരമായ സംസർഗവും മിത്രഭാവവും ഉണ്ടാകണം. എല്ലാ ബ്രാഹ്മണർക്കും നമസ്കാരം. യതി സ്മ രാജ ദിവസായ യുക്ത പ്രാചീനമൂലേഷു കുശേഷു ധീര ഉദങ്മുഖോ ദക്ഷിണകൂല ആസ്തേ സമുദ്രപത്ന്യാ സ്വസുധന്യസ്തഹുപാര. ഇപ്രകാരം നിശ്ചയത്തോടുകൂടിയ രാജാവ് സ്വന്തം പുത്രനായ ജനമേജയനെ രാജ്യഭാരം ഏൽപ്പിച്ച ശേഷം മരണഭയം തീരെ വെടിഞ്ഞ് സ്വസ്ഥബുദ്ധിയായിട്ട് തൻ്റെ കർത്തവ്യം എന്താണെന്ന് തീർച്ചയാക്കി. ബുദ്ധിശാലിയായ രാജാവ് ഗംഗാനദിയുടെ തെക്കുഭാഗത്ത് കിഴക്കോട്ട് തലപ്പോടുകൂടിയ ദർഭ വിരിച്ച് അതിൽ വടക്കോട്ട് മുഖം തിരിച്ചിരുന്നു. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.